എനിക്ക് മനസ്സിലായി ആരാന്ന്. എന്റെ അമ്മോ, പാമ്പ് പിടുത്തക്കാരനല്ലേ? എന്താണ് ഈ അവതാരം? പാമ്പ് പിടുത്തക്കാരൻ. അയ്യോ മക്കളെ, പാമ്പ് പിടുത്തക്കാരൻ എന്ന് പറയുന്നു. മോൻ പാമ്പിനെ കണ്ടുണ്ടോ? പിന്നെ ഇവനല്ലേ മൂർഖന്റെ ഫ്രണ്ട്. എംജിയോടല്ലേ കട്ടിന്റെ അടി വെച്ച് ഉറങ്ങിക്കൊണ്ട്. കട്ടിലടി മൂർഖൻ. മൂർഖനെ എന്നിട്ട് മോൻ അത് കണ്ട് പേടിച്ചോ? ഒന്ന് പറഞ്ഞു കൊടുത്ത എന്തിനു പേടിക്കുന്നേ? അവൻ പേടിക്കത്തേ ഇല്ല. ഒന്ന് പറഞ്ഞു കൊടുത്തടാ. ഞാൻ പേടിച്ചില്ല. എന്നിട്ട് വീട്ടില് ഇങ്ങനെ പാമ്പ് വന്നപ്പോ അപ്പായി അതിനെ എടുത്തിട്ട് അടിച്ചു. ഇങ്ങനെയല്ലല്ലോ നീ പറഞ്ഞ മുന്നേ. അതിനെ അടിച്ചു. അയ്യോ, അപ്പൊ പോലീസ് പിടിക്കുമല്ലോ. ഇല്ല, അടിച്ചു കൊന്നില്ല, അടിച്ചതേ ഉള്ളൂ. വെറുതെ ഒരു അടി. അടിച്ചു. എന്നിട്ട് ആ പാമ്പ് ഓടി. അങ്ങനെ ഇനി ഓടിയില്ല, ചത്തുപോയി. എംജിങ്ങൾക്ക് അത് അറിയൂല. അതറിയൂല, ആ കഥ അറിഞ്ഞൂടാ. എന്നിട്ട് ഇതൊരു ഫ്രഷ് സ്റ്റോറിയാ. അങ്ങനെയാണ് അത് ആ കുഴി പോയി കിടന്നെ. എന്നിട്ട് ബാക്കി കഥ പറഞ്ഞ നീ നീനൂട്ടി അങ്ങനൊന്നും അല്ല. അല്ല, ഇതിനെ അടിച്ചു കൊന്ന് കുഴി കൊണ്ടിട്ടു. കുഴി കൊണ്ടിട്ടാ, കുഴിയിലെടുത്ത് ചാവുമ്പല്ലേ. ശരിക്കും ചത്തത്തുണ്ടായിരുന്നില്ല. അല്ല, ഇനി പാമ്പിനെ കണ്ടാലെങ്ങനെ പാമ്പേ പോകൂ പാമ്പേ പോകൂ എന്ന് പറഞ്ഞു ചില പാമ്പുകൾക്ക് എന്നോട് വൈരാഗ്യം ആയിരിക്കും. അതുകൊണ്ടാ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞവെള്ളം ഒഴിച്ച് വിട്ടാ മതി. ഇങ്ങനെ അവരെ അങ്ങ് വഴി കാണിച്ച് വിട്ടാ മതി, അവര് പൊക്കോളൂ കേട്ടോ. ഇനി പാമ്പ് വന്നോ? ഇപ്പൊ പ്രശ്നമായില്ല മീനുട്ടി. പാമ്പിനെ അടിച്ചെങ്കിൽ അത് ഫോറസ്റ്റ് ആള് വരും അല്ലേ? ഫോറസ്റ്റിൽ നാളെ വരും. അതായത് ഫോറസ്റ്റിലെ പാമ്പ് അനാക്കോണ്ട പെരുമ്പാമ്പൊക്കെയാണ്. അല്ലടാ, എല്ലാ പാമ്പും കാട്ടിന്നാണല്ലോ വരുന്നത്. വീട്ടിലുണ്ടാകുന്നില്ലല്ലോ. കോൽക്കൊണ്ട് എന്തായാലും ഫോറസ്റ്റിൽ നാളെ വരും. വരും വരും. ശരിക്കും എന്റെ അപ്പായാണെന്നല്ലേ ഞാനില്ല. ഈ അപ്പായെ പിടിക്കും. നിന്നെ കൊണ്ട് നീയല്ലേ ഇപ്പൊ ഇത് വന്ന് പറഞ്ഞത്? അപ്പായി ഇത് പുറത്തു പറഞ്ഞിട്ടില്ലല്ലോ. മക്കളെ, ഇത് ലോകം മുഴുവൻ കാണത്തില്ലേ ഇത്? അത് പറഞ്ഞേ ബിന്നിയന്റെ അല്ലേ പറഞ്ഞേ. പക്ഷെ നിന്നെ പിടിച്ചോണ്ട് പോകത്തില്ലേ? ശരി, ഞാൻ അങ്ങ് എടുത്തു അത് മാച്ചു. ഇനി എടുത്താല് കാര്യമൊന്നുമില്ല. കാരണം പാമ്പിനെ തല്ലി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ടെലികാസ്റ്റ് ചെയ്തു പോകും. ടെലികാസ്റ്റ് ചെയ്തേ ചേരുത്. അതും കൂടെ ചേർത്ത് പോവും. അപ്പൊ അത് ഏറെ കുറ്റമാണ്. കാരണം കുറ്റകൃത്യം ചെയ്തിട്ട് ഇത് വീണ്ടും ഇത് തെളിയിക്കരുതേ എന്ന് പറയുന്നതിന്റെ തുല്യമാണ്. അത് ബിന്നിയാനി പറഞ്ഞിട്ടല്ലേ ചെയ്തേ. അതപ്പോ പ്രേരണ കുറ്റമായി. അത് വീണ്ടും ഒരു കേസും കൂടെ. മക്കളെ വിഷമിക്കണ്ട, ബിന്നാൻറ്റി ഏറ്റെടുത്തോളാം. ഈ പാമ്പിനെ അടിച്ചതിന് ശേഷം അത് പറ. മോൻ ആഹാരം വല്ലതും കഴിച്ചോ? ഒന്ന് ഓർത്തു നോക്ക്. ഭക്ഷണം കഴിച്ചോ? ചോറുണ്ടോ? ചോറും എന്തെങ്കിലും ഒരു ചിക്കൻ കറിയോ അത് ചിക്കനോ എന്തെങ്കിലും കഴിച്ചോ? അവള് ചിലപ്പോ ചിക്കൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, ചിക്കനും ചോറും കഴിച്ചില്ലേ? എങ്കിൽ അത് ചിക്കൻ അല്ലായിരുന്നു, അത് പിന്നെന്താ? പാമ്പായിരുന്നു. അയ്യേ, നിന്നോട് മീൻകറി കൂട്ടിയായിരുന്നു. അപ്പൊ തിന്നു എന്നുള്ളതും വരും അല്ലേ? കേസ് 3 അച്ഛൻ പാമ്പിനെ കവാലക്കുറ്റി നോക്കി അടിച്ചു. അത് കേസ് നമ്പർ 1. സിന്ധു ഇത് ടെലികാസ്റ്റ് ചെയ്യരുതെന്ന്. അത് 2. പിന്നെ 3 അതിനെ ചോറിന്റെ കൂടെ കൂട്ടാൻ വെച്ച് കഴിച്ചു. 3 കുറ്റം. ശരി ശരി, സമ്മതിക്കാം. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യാ? ഒന്നും ചെയ്യണ്ട, പാടാം.